ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ കൊണ്ടാട്ടമാണ്. മറ്റു യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിലൊക്കെ ചിക്കൻ കൊണ്ടാട്ടം റെസിപ്പി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ എന്തായാലും ഇതിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഉമ്മ ചിക്കൻ 65 ഉണ്ടാക്കാനായിട്ട് തയ്യാറായതായിരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ചിക്കൻ കൊണ്ടാട്ടം മതി എന്ന്. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉമ്മ സമ്മതിച്ചതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ്. ചിക്കൻ വറുത്ത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ഏതായാലും അതിനുശേഷം കുറച്ച് ചിക്കനും കൂടി ബാക്കി ഉണ്ടായിരുന്നു വറുക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ വന്ന് തന്നെ വറുത്തു. പിന്നെ ബാക്കി അതിനിടയിൽ വെജിറ്റബിൾസ് കട്ടിങ് ഇതെല്ലാം ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ സബോള തൊലിക്കലാണ്. ഈ സവാള തൊലിക്കാൻ കുറച്ച് പണി പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരെണ്ണം മാത്രം, ബാക്കിയൊക്കെ വേഗം കഴിഞ്ഞു. പിന്നെ ഇത് കട്ടയിലാണ് ഏറ്റവും വലിയ ടാസ്ക്. കണ്ണിൽ കൂടെ ആ വെള്ളം വരുന്ന ആ ഒരു സന്ദർഭം. വേണ്ട വെജിറ്റബിൾസൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കുകയാണ്. അപ്പോൾ ഞാനിതിൽ ക്യാപ്സിക്കം, തക്കാളി, മല്ലിയില, സബോള, പച്ചമുളക് തുടങ്ങിയവയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാദ്യം നന്നായി കഴുകി വൃത്തിയാക്കുകയാണ്. പിന്നെ ഇതെല്ലാം ഇനി കട്ട് ചെയ്യണം. ഇതാണ് ഇൻഗ്രീഡിയൻസ്. ഫസ്റ്റ് ഞാൻ ക്യാപ്സിക്കമാണ് കട്ട് ചെയ്യുന്നത്. എനിക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല, ഭയങ്കര രസമാണ് അത് കട്ട് ചെയ്യുമ്പോൾ, അതുകൊണ്ടായിരിക്കാം. ഈ ക്യാപ്സിക്കം കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം മറന്നു. ചിക്കൻ അടുപ്പിലുണ്ട്, അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം എന്നെല്ലാം ആ ഒരു ചിന്ത ആ സമയത്തുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് പോയി ചിക്കനെല്ലാം ഒന്ന് മറിച്ചിട്ട് വെച്ചു. പിന്നെ ബാക്കി ഉള്ള ക്യാപ്സിക്കവും കൂടെ കട്ട് ചെയ്യുകയാണ്. പിന്നെ തക്കാളിയൊക്കെ ഒരെണ്ണമാണ് ഞാൻ എടുക്കുന്നത്. അതായത് ഇത് ഞാൻ യൂട്യൂബിൽ മറ്റ് യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് കണ്ടിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ പഠിച്ചത്. പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ അറിയുന്നത് പോലെ ഉള്ള പച്ചക്കറിയൊക്കെ എടുത്ത് അങ്ങനെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയതാണ്. പിന്നെ സബോള മുറിക്കുന്ന സമയമാണ് ഏറ്റവും വലിയ ടാസ്ക്. അത് കട്ട് ചെയ്ത് കഴിയാൻ കുറേ സബോള ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇത് അരിയുമ്പോൾ കണ്ണിൽ കൂടെ വെള്ളം വന്നിട്ട് അതൊക്കെ എങ്ങനെയൊക്കെയോ ആ സീൻ കഴിഞ്ഞു. അതിനിടയിലാണ് അനിയത്തി വന്നത്. അവൾ പഠിക്കുന്നതിനിടയിൽ വെള്ളം കുടിക്കാനായിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അവളും ഇടയിൽ കയറി നിന്ന് എന്തൊക്കെയോ വെറുതെ പറയുന്നുണ്ടായിരുന്നു. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവൾക്ക് ഫുഡ് കഴിക്കാൻ കൊണ്ടുവന്ന് തരണം, ടേസ്റ്റ് ചെയ്യണത്, അത് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഏതായാലും ശരിയെന്ന് വെച്ചു. അവളുടെ അടുത്ത് ഓക്കെ പറഞ്ഞു. പിന്നെ അവൾ വീണ്ടും പഠിക്കാനായിട്ട് പോയി. അങ്ങനെ സബോളൻ്റെ ആ ഒരു പണി ഏകദേശം കഴിഞ്ഞു. ഇനി അവസാനം മല്ലിയിലയാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ അവസാനം ആ മല്ലിയിലേൻ്റെ പണി തീർത്തു. പിന്നെ അവസാനമായിട്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. എരിവ് ശരിക്കും പറഞ്ഞാൽ പച്ചമുളകിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ വെറുതെ എടുത്തു. എനിക്ക് പൊതുവേ എരിവിനോട് ഭയങ്കര താല്പര്യം കൂടുതലാണ്. അപ്പോൾ പിന്നെ ഞാൻ ഏതായാലും ഇതെടുത്തു. പിന്നെ ചിക്കൻ കൊണ്ടാട്ടം പറഞ്ഞാൽ അത്യാവശ്യം മധുരവും ഉണ്ടാവും. ഉമ്മയും അനിയത്തി അവരൊക്കെ മധുരവും കഴിക്കും, എരിവും കഴിക്കും. എന്നാലും അവർക്ക് കഴിക്കുമ്പോൾ ഒരുപാട് എരിവാകാൻ പാടില്ല. പിന്നെ കട്ടിങ്സ് എല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്തു. അടുപ്പിൽ നേരത്തെ ചിക്കൻ വറുത്ത് വെച്ച അതേ പാത്രം തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ആ പാത്രത്തിൽ നിന്ന് ഏകദേശം എണ്ണയൊക്കെ എടുത്ത് മാറ്റി. അതായത് ആവശ്യത്തിന് ഇപ്പോൾ ഇത് വതക്കാനുള്ള എണ്ണ മാത്രം മതി എന്നതുകൊണ്ട് ആ കുറച്ച് എണ്ണ മാത്രം വെച്ചു. പിന്നെ അതിലേക്ക് മല്ലിയില ഒഴികെയുള്ള ബാക്കി എല്ലാ പച്ചക്കറികളും ഇട്ട് കൊടുക്കുകയാണ്. ക്യാപ്സിക്കം, തക്കാളി, സബോള, അങ്ങനെ പച്ചമുളക് ഓരോന്ന്. ഇനി ഇതൊന്ന് വതങ്ങി വരണം. അതിനായിരുന്നു ഒരുപാട് സമയം പിടിച്ചത്. കാരണം ഞാൻ അരിഞ്ഞതെല്ലാം അത്യാവശ്യം വലിയ സൈസായി പോയി. അത് കുറച്ച് നൈസായിട്ട് അരിഞ്ഞതായിരുന്നെങ്കിൽ ഇത്രയ്ക്കൊന്നും പണിപെടില്ലായിരുന്നു. അത് എൻ്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്കായിരുന്നു. ഏതായാലും കുഴപ്പമില്ല. പിന്നെ അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വതക്കാനായിട്ട് വെച്ചു. അപ്പോൾ അതിൻ്റെ മേലെ മൂടി വെച്ചിട്ടാണ് ഞാൻ വതക്കാൻ വെച്ചത്. വേഗം ആവും എന്നൊക്കെ കരുതി കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക്
ഇത് റെഡിയായോ വതങ്ങി വന്നോ എന്നുള്ള ആ ഒരു ചിന്തയിൽ വെറുതെ തുറന്നു നോക്കലായിരുന്നു. പക്ഷേ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എത്രയോ തവണ ഞാൻ തുറന്നു നോക്കി. ഇതോടെ പഠിച്ചു ഇനി ഒരിക്കലും ഇതുപോലെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസൊക്കെ നൈസായിട്ടേ കട്ട് ചെയ്യുള്ളൂ എന്ന് പഠിച്ചു. അങ്ങനെ ഒരു വിധത്തിൽ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നു. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിക്കുകയാണ്. ടൊമാറ്റോ സോസ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യണം. അതായത് ഇപ്പോൾ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്തു. പിന്നെ അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് വീണ്ടും കുറച്ചും കൂടി ടൊമാറ്റോ സോസ് ഒഴിച്ചു. കാരണം ചിക്കൻ ഇട്ട് ഇളക്കി നോക്കിയപ്പോൾ വലിയ മധുരം ഫീൽ ചെയ്യാത്തത് കൊണ്ട് വീണ്ടും കുറച്ചും കൂടെ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുമായിരുന്നു. ഇളക്കി കൊടുക്കുമ്പോഴും കുറച്ച് ഞാൻ പാടുപെട്ടു. കാരണം എനിക്ക് ഇളക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അതായത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ചിന്തിച്ചില്ല, പാത്രം കുറച്ച് വലുതെടുക്കാമായിരുന്നു എന്ന് പിന്നെയാണ് തോന്നിയത്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് സാധനങ്ങൾ മറന്നു. എല്ലാം വെടിയും പൂരം കഴിഞ്ഞിട്ടാണ് ഇടാൻ ഓർമ്മ വന്നത്. അതായത് വറമുളക്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇവയെല്ലാം ആവശ്യമുള്ളതാണ്. അതായത് മസ്റ്റാണോ ചോദിച്ചാൽ അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടാണ്ടാകുന്ന ആ ഒരു ടേസ്റ്റ് അതൊരു വേറെ ഫീൽ തന്നെയാണ്. അപ്പോൾ ഞാൻ അത് വറുത്തിട്ടാണ് സ്വാഭാവികമായിട്ട് എപ്പോഴും നമ്മൾ ഇടേണ്ടത്. പക്ഷെ ഞാൻ അത് വറുക്കാൻ മറന്നുപോയി. പിന്നെ അവസാനം ഇതിൻ്റെ കൂടെ വെറുതെ ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം ഇതിൻ്റെ കാര്യപരിപാടികളെല്ലാം ഇവിടെ കഴിഞ്ഞു. അപ്പോഴേക്കും അനിയത്തി ഉണ്ടാക്കിയത് നോക്കാനായിട്ട് വന്നു. അപ്പോൾ മല്ലിയില ഇടാനുണ്ട്, അത് അവൾ തന്നെ ഇടുന്നുള്ള വാശിയായിരുന്നു. അപ്പോൾ ഞാൻ അവൾ തന്നെ ഇട്ടോട്ടെ പറഞ്ഞിട്ട് സമ്മതിച്ചു. പിന്നെ മല്ലിയില ഇട്ടു. അവസാനം അത് അവളുടെ അടുത്ത് തന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. അവൾ അറിയാത്ത പോലെ ഇരിക്കുകയാണ്. സംഭവം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ്. പിന്നെ അവൾ കഴിച്ച് ഒരുപാട് എക്സ്പ്രഷനൊക്കെ ഇട്ടു. അപ്പോൾ ഇതാണ് ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കൊണ്ടാട്ടം. അവൾ ഭയങ്കര എക്സ്പ്രഷനായിരുന്നു. ഏതായാലും ഉണ്ടാക്കിയത് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബായ്.